നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ ബോക്സിംഗ് പഠിപ്പൊന്നും അവിടെ ചെലവാവില്ല. ലക്ഷ്യം തെളിഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയാം എന്തു വേണമെന്ന്. അങ്ങനെയാ ഡോക്ടറെ പേടിപ്പിച്ചു വിട്ടു. അവൻ നേരെയായി വരാൻ ഇനി കുറച്ചു ദിവസം പിടിക്കും. കള്ള ഡോക്ടർ ആയിട്ടെന്താ അയാളെ പോലീസ് പിടിക്കാത്തെ? ആരെങ്കിലും പരാതി കൊടുത്താലേ പോലീസ് അന്വേഷിക്കും. ആർക്കും അറിയില്ലല്ലോ അയാളൊരു കള്ള ഡോക്ടറാണെന്നുള്ള കാര്യം. എല്ലാരും എന്നോട് ചോദിച്ചു എന്താ അവിടെ ഉണ്ടായെന്ന്. ദേഷ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു ഗൗരിമുത്തശ്ശിയോട് ചോദിക്കാൻ. അതെന്തായാലും നന്നായി. എന്നോട് ചോദിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ലല്ലോ. മുത്തശ്ശി, സ്വപ്നത്തിൽ കണ്ട മുത്തശ്ശിയുടെ മുഖം വെളുത്തിട്ടല്ലായിരുന്നല്ലോ. അന്നത്തെ മുത്തശ്ശി എനിക്ക് കാണിച്ചു തരാൻ പറ്റോ? കുട്ടിക്ക് കാണണോ? കാണിക്കാം. പക്ഷെ അതിനു മുമ്പ് എന്റെ ആത്മാവ് ആ ശരീരം വീണ്ടെടുക്കണം. കുഞ്ഞിനിപ്പോ അതൊന്നും മനസ്സിലാവില്ല. എല്ലാം പിന്നീട് മനസ്സിലാക്കി തരാം. എന്റെ ശരീരം ജീവചൈതന്യം നഷ്ടപ്പെട്ട് ഒരു പുഴയ്ക്കടിയിൽ കിടക്കുക. ശക്തി ക്ഷയിച്ച ആ ശരീരത്തിന് ശ്രീകുട്ടി വേണം ചൈതന്യം പകരാൻ. അതിനാണ് ഞാൻ ആ മൂക്കുത്തി കുഞ്ഞിനെ ഏൽപ്പിച്ചത്. സമയമായിട്ടില്ല. എന്നാ അതിനുള്ള സമയം? പറയാം. ക്ഷമയോടെ കാത്തിരിക്കണം. പക്ഷെ അതിനു മുമ്പ് ഈ മുത്തശ്ശി പല രൂപത്തിലും പലയിടത്തും എത്തേണ്ടതുണ്ട്. ആ രൂപം എനിക്കൊന്ന് കാണിച്ചു തരോ? ഇല്ല കുട്ടി, ശ്രീകുട്ടി അത് കണ്ട പേടിക്കും. അത്ര ഭയങ്കരമായിരിക്കും ആ രൂപങ്ങൾ. എന്തിനാ മുത്തശ്ശി ആ രൂപത്തിലാവുന്നേ? ദുഷ്ടശക്തികളെ ഭയപ്പെടുത്താൻ. ഇല്ലെങ്കിൽ അവറ്റകൾ ശ്രീകുട്ടിയെ തേടിയെത്തും. മൂക്കുത്തി കല്ല് തട്ടിയെടുക്കും. പിന്നെ സർവനാശം എനിക്കും എന്റെ ശ്രീകുട്ടിക്കും. അതൊക്കെ പോട്ടെ. മോൾക്കേ മുത്തശ്ശി നൃത്തം പഠിപ്പിച്ചു തരട്ടെ? എന്നെയോ? അതെ, എന്റെ ഉണ്ണിമായ നന്നായിട്ട് നൃത്തം ചെയ്യുമായിരുന്നു. വാ. ഒന്നുകൂടെ കാണിക്കേ. എന്നെ ഗൗരിമുത്തശ്ശി ഡാൻസ് പഠിപ്പിക്കായിരുന്നു. ഇപ്പൊ ഗൗരിമുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ വന്നപ്പോഴാ പോയത്. ഗൗരിമുത്തശ്ശിക്ക് ഡാൻസ് അറിയാമേ? ഡാൻസോ? എന്തോ മോളെ, എന്തു പറ്റി? ഞാൻ വരുമ്പോ ഇവൾ എന്തൊക്കെയോ കാണിക്കായിരുന്നു. എന്നിട്ട് പറയുന്നു ഗൗരിമുത്തശ്ശി ഇവള് ഡാൻസ് പഠിപ്പിക്കായിരുന്നു എന്ന്. എന്താ പ്രശ്നം? നിങ്ങളുടെ സ്വന്തം കുഞ്ഞിന്റെ അവസ്ഥ ഉണ്ടില്ലേ? നിങ്ങൾ ആർക്ക് വേണ്ടി ഈ ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുക്കുന്നത്? ഈ കുടുംബത്തിന് വേണ്ടിയോ അതോ ആ സ്ത്രീക്ക് വേണ്ടിയോ? സുനന്ദേ, പിള്ളേരുടെ മുമ്പ് വെച്ച് അനാവശ്യം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ. ഡാഡി, ഇവിടെ ഒരു കുഞ്ഞു പിച്ചും പെയ്യും പറഞ്ഞ് വല്ലാതെ പെരുമാറുമ്പോ നിന്റെ ഡാഡിക്ക് അതൊന്നും ഒരു വിഷയമല്ല. കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. അതിന്റെ റിസൾട്ട് എങ്കിലും എന്നോട് പറഞ്ഞോ? കണ്ടില്ലേ, എന്റെ മോള് വളരെ മോശം അവസ്ഥയിലാ. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ശ്രീകുട്ടി നമുക്ക് നഷ്ടപ്പെടും. നശിക്കട്ടല്ല. മോൾ എഴുതി കൊടുത്ത പോലെ ജ്വല്ലറി ഷോപ്പും കൂടെ എഴുതി കൊടുക്കവക്ക്. കൈവശം കൊടുത്തിരിക്കില്ലേ അവിടെ? ഡാഡി, ഡാഡി, അമ്മ, 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 അമ്മ കരയാന്ന്. അപ്പോ നീ ഇന്റേൺഷിപ്പിന് ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിച്ചു? യെസ്, പോണം. ഈ വരുന്ന മൺഡേ ജോയിൻ ചെയ്യണം. ഓ, അപ്പോ ഇനി ഒരു മാസം കഴിഞ്ഞാലേ നിന്നെ കാണാൻ പറ്റുമോ അല്ലേ? നോ, 2 months. ഭാഗ്യത്തിന് 2 മാസത്തേക്ക് പെർമിഷൻ കിട്ടിയത്. അതും ചെന്നൈയിലെ ടോപ്പ് ഫിനാൻസ് കമ്പനിയിൽ. ഞങ്ങൾ 4 പേര് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഐ എം സോ ഹാപ്പി ഹേമന്ത്. 2 മാസം നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ വെന്റിലേറ്ററിലാവും. പോ അവിടുന്ന്. സത്യം. അല്ലെങ്കിൽ
ഞാനേ ചെന്നൈയിലേക്ക് വരും. വന്നാലും കാണാൻ പറ്റൂല മോനെ. ഡാഡി ഇടപെട്ടിട്ടേ എനിക്ക് അവരുടെ കമ്പനി ലേഡീസ് ഹോസ്റ്റല റൂം അലോ ചെയ്തിരിക്കുന്നത്. ദേ ആർ വെരി സ്ട്രിക്റ്റ്. തീർന്ന എന്റെ കാര്യം. ഡേ 2 മാസം എന്ന് പറഞ്ഞ ദാന്ന് പറയുമ്പോ തീരും. തിരിച്ചു വരുമ്പോഴേക്കേ എന്റെ GM പോസ്റ്റ് റെഡിയാക്കി വെച്ചോ, നമുക്ക് അടിച്ചു പൊളിക്കാം. അനു, ഞാനൊരു കാര്യം പറയട്ടെ, നീ നോന്ന് പറയരുത്. മൺഡേ അല്ലേ ചെന്നൈയിലെത്തേണ്ടത്? നീ 2 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങ. ശനിയും ഞായറും നമ്മൾ ട്രിപ്പിന് പോകുന്നു. അന്നും മുടങ്ങിപ്പോയ ട്രിപ്പ് ഇതിൻ്റെ കൂടെ അങ്ങ് നടത്താം. അയ്യോ ഹേമന്ത്, നോ. അത് അനു, ഇനി 2 മാസം കഴിഞ്ഞല്ലേ നിന്നെ കാണാൻ പറ്റൂ. ഒന്നും പറയണ്ട. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നോ പറയരുത്. 2 ദിവസം നേരത്തെ ചെന്നൈയിലെത്തി റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം, എല്ലാരെയും പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഫ്രൈഡേ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. കോട്ടയത്തുള്ള ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. അവളുടെ ട്രെയിനിൽ നിനക്കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി അവളുടെ വീട്ടിൽ താമസിച്ച് ശനിയാഴ്ച ചെന്നൈക്ക് ട്രെയിൻ കയറുമെന്ന് പറഞ്ഞാലേ ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത പ്ലാനിങ് ആയിരിക്കും. ഓക്കെ? അത് വേണോ? പ്ലീസ്. വാമ്മേ. എവിടെ അവൻ? ദേവൻ അറിയില്ല, രാവിലെ പോയതാ. നീ എന്താ അവനുമായി പിണക്കത്തിലാണോ? അതുകൊണ്ടൊന്നല്ല അമ്മേ, അത് മോള് പണി കാരണം എല്ലാം കൈവിട്ടു പോകുന്ന മട്ട. ആ സ്ത്രീ എല്ലാം കൈയടക്കി വെച്ചിരിക്കുക. നീ ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം, എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിനെ കുറിച്ച് മോശമായി ആരോടും പറയില്ലെന്ന്. അങ്ങനെ വേറെ വല്ലവരും ആണോ നമ്മള്? പറഞ്ഞാ തീരുന്ന പ്രശ്നമാണെങ്കിൽ അത് നമ്മളും കൂടി അറിയണ്ടേ സരസ്വതി? ദേ മോളിവിടെ ഇരുന്നേ, എന്നിട്ട് അമ്മയോട് സത്യാവസ്ഥ എന്താന്ന് വെച്ചാ പറ. വാ. അമ്മ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അച്ഛനമ്മ ഇരിക്കേ. കണ്ടോ, ദേവനെ കുറ്റം പറയാൻ അവളുടെ മനസ്സ് സമ്മതിക്കില്ല. പാർട്ട്ണറായി വന്ന ആ സ്ത്രീ വലിയ പ്രശ്നമാണെന്നാ തോന്നുന്നേ. എടോ, നല്ല ഒരു കുടുംബം ആ സ്ത്രീ കാരണം. വരട്ടെ, കാര്യങ്ങളെല്ലാം അറിഞ്ഞേ പറ്റൂ. ദേവനും വരട്ടെ, അവനോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. എട്ട് മണിക്ക് മുമ്പ് ആഹാരം കഴിക്കണം, അത് ആരോഗ്യത്തിന് നല്ലത്. ഇതിപ്പോ 10 ഡാഡി വരാൻ താമസിച്ചാലേ മമ്മി ഡിന്നർ താമസിപ്പിക്കും. റെഡി ആയില്ല എന്ന് പറഞ്ഞു. സിമ്പിൾ ടെക്നിക്കാ ഡാഡിയുടെ ഒപ്പം കഴിക്കാൻ. അല്ല, ദേവൻ എപ്പോഴും ഇങ്ങനെ വൈകാറുണ്ടോ? ഇല്ല മോമേ, യൂഷ്വലി 6 അല്ലെങ്കിൽ 7 ആവുമ്പത്തേക്കും വരും. അപ്പൂപ്പ, ഡാഡി അമ്മയും പിണക്കത്തില്ല. ശ്രീകുട്ടി, കഴിച്ചിട്ട് പോയി ഉറങ്ങാൻ നോക്ക്.